നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ദേശീയ മാധ്യമമായ NDTV ചില സർവേകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ സർവേകളുടെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നെങ്കിൽ അത് മൂഢത്തരമാണ്, മഠയത്തരമാണ്. NDTVക്ക് ഫണ്ടിങ് കൊടുക്കുന്നത് ആരാണ്? അതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്ന ആരാണ്? ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയതിന് ശേഷം വേണം കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്താനെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് വെറുതെയല്ല. സുനിൽ കനകോലു കൃത്യമായും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിക്കുന്ന സമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനാണ് എന്ന് തുടങ്ങി NDTVയുടെ പല മാധ്യമ സർവേകളും അത് സ്നേഹത്തോടെ പുച്ഛിച്ച് തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതിന് കാരണമാകുന്നത് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്ന ജനങ്ങളിലാണ്. ഭൂരിപക്ഷമുണ്ടോ കുറവുണ്ടോ എന്ന് സർവേ ഫലങ്ങളെ ആസ്പദമാക്കിയല്ല പറയുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് സാധാരണക്കാരായ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്കറിയാം. അതിനെ ആസ്പദമാക്കിയുള്ള മുന്നേറ്റം അതാണ് കൃത്യമായി നിശ്ചയിക്കപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 80-ലധികം സീറ്റുകളിൽ UDF ലീഡ് നേടിയിട്ടുണ്ട്. അസാമിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം, അതിനുശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന വലിയ മുന്നേറ്റം, ഇതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് അഭിമാനാർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ സഖ്യം രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾ ബംഗാളും തമിഴ്നാട്ടിലും ഇതുവരെയും കാര്യങ്ങൾ കരയ്ക്കടുത്തിട്ടില്ല. അതിന് കാരണമാകുന്നത് ബീഹാറിലെ ചില അനിഷ്ട സംഭവങ്ങളാണ് താനും. BJP ആണെങ്കിൽ പണക്കൊഴുപ്പിൻ്റെ എല്ലാ ധാർഷ്ട്യവും ധിക്കാരവും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന സംസ്ഥാനം എന്നത് ഇത്തവണ 2 ഉള്ളൂ. അതായത് ഈ 2026-ൽ അസാമിലും കേരളത്തിലുമല്ലാതെ മറ്റൊരിടത്തും കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കാനുള്ള ചാൻസ് ഇല്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായി നിലവിൽ രാജ്യത്ത് 3 പേരേ ഉള്ളൂ. അത് ഒന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, മറ്റൊന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, മറ്റൊന്ന് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ്. ഇവരെ കൂടാതെ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ കോൺഗ്രസ് ഭഗീരഥ പ്രയത്നം നടത്തണം. അതായത് ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, ഹെർക്കൂലിയൻ ടാസ്ക്. ആ രീതിയിലേക്ക് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അത്തരത്തിൽ ഒരു സടകുടഞ്ഞെഴുന്നേൽക്കാനുള്ള കെൽപ്പുണ്ടോ എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നേതൃത്വം അതിനുവേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നുണ്ടെങ്കിലും താഴെത്തട്ടിൽ എണ്ണയിട്ട യന്ത്രം പോലെ കാര്യങ്ങൾ സ്മൂത്താകുന്നുണ്ടോ? കാരണം ഈ 5 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭാവിയിലേക്കുള്ള ഇന്ധനമായി തന്നെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമാന്തം കാണിക്കരുത് എന്ന് ദേശീയ നേതൃത്വത്തോട് കൃത്യമായി കനകോലു വ്യക്തമാക്കിയിരിക്കുകയാണ്. സൈബർ ഇടങ്ങളിലെ വാർ റൂം പോര് അത് NDAക്ക് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് ജനങ്ങളെ വിശ്വസിച്ചാൽ അവർ ചതിക്കുകയില്ല എന്ന തീരുമാനത്തിലേക്കാണ് AICC നേതൃത്വം എത്തിയിരിക്കുന്നത്.